ഗൈസ് രാവിലെ തന്നെ പേടിക്കാനായിട്ട് ഓരോ ഫോട്ടോ ഇട്ട് വന്നാൽ ഗൈസ്. ആ പൂച്ചയുടെ ഫോട്ടോ കണ്ടിട്ട് ഞാനാണെങ്കിൽ അവരെ പേടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ കുറച്ച് മസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ജിമ്മിയൊക്കെ പോയി അപ്പോൾ നമ്മളിത്തിരി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ട് നമുക്കൊന്നും വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സീറ്റിൻ്റെ അടുത്തോട്ട് ആണ്. അപ്പോൾ ബിഗ് സ്മോക്കിന് എന്തോ വലിയ കാര്യം കിട്ടിയെന്നാണ് പറയണത്. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, വലിയ മാറ്ററാണെന്ന് പറഞ്ഞത്. എന്തായിരിക്കും അത്. എന്നാലും നമുക്ക് നേരെ ബിഗ് സ്മോക്കിൻ്റെ അടുത്തോട്ട് പോകാം. എന്റെ പൊന്നെ തീറ്റ പണ്ടാരം നിനക്കോട്ട് ഒറ്റ അടി വെച്ചാൽ നടല്ല. നിനക്കപ്പഴും ഫുഡ് 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 മേടിച്ചരാ. പുതിയ ഫ്ലക്കിൻ വന്നു കേട്ടല്ലോ, നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? ഇവിടെ അടുത്താണെങ്കിൽ പണ്ടാത്താണെങ്കിൽ ഇപ്പൊ നമ്മള് 2002 ആണ്, 1997 അല്ലേ. അതുകൊണ്ട് പണ്ട് KFCക്ക് ഞങ്ങളുടെ സാൻ ആൻഡ്രസിലെ ക്ലക്കിന് അപ്പൊ നമുക്ക് ക്ലക്കിലോട്ട് ഇടാം. ഇടാണെങ്കിൽ നമ്മുടെ സ്വീറ്റില്ല സോറി നമ്മുടെ സ്മോക്കണാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ക്ലക്കിലോട്ട് ഇടാം. അടുത്ത് തന്നെയാണ് ക്ലക്ക് കേസ് നമ്മളെത്തി. അയ്യോ കേസ് ഇത് പുതിയ ക്ലക്കിനല്ല, നമുക്ക് പുതിയ ഷോറൂം ഇത്രയാളായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആ ഷോറൂമിലോട്ടാ പോകണ്ടേ. അവിടെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയണേ. അപ്പൊ നോക്കണെങ്കിൽ ഭയങ്കര വിശപ്പാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാനിരുത്തി. ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണെന്ന്. ഓക്കെ നമുക്കാണ് സിഗ്നലൊന്നും പ്രശ്നമില്ല ഗൈസ്. പോലീസിനൊക്കെ നമ്മളെടുത്ത് അറിയും. അപ്പൊ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ പുതിയ ക്ലാസ്. നമുക്ക് അങ്ങോട്ട് വിടാം. അപ്പൊ ഗൈസ് ഇവർക്ക് എന്തോ ഡിസ്കസ് ചെയ്യണമെന്നാ പറയണേ, എന്താണെന്നറിയില്ല. അതെ, എന്താ സീറ്റ് റൈഡർ എന്താ പറയാനുള്ളത്? ആരെന്റെ അമ്മേനൊക്കൊന്നേന്ന് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കണ്ട ആരാ കണ്ടുപിടിച്ചതെന്ന്. അതെന്റെ ചേട്ടനാണ് ഞാനിവിടെ ഇരുന്നിരിക്കുന്നത്. ഞാനത് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഞങ്ങളെല്ലാരും കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അത് വേണ്ട, സ്റ്റഫൊന്നും നമ്മുടെ ഗ്രോസറിക്ക് പറ്റിയല്ല, അതൊക്കെ ബെല്ലാസിന് പറ്റിയതാ. ഓ എടാ സ്മോക്കെ, എന്നെ നീ ഗൺഷോട്ട് പഠിപ്പിക്കണം. ആരാണവൻ? ഇതന്ന് നമ്മള് ആദ്യത്തെ വിഷയത്തിൽ കണ്ട ആൾക്കാരല്ലേ? അത് നീയാണ് തീരുമാനിക്കണേ. അപ്പൊ ഇത്ര നേരം നമ്മുടെ റൈഡർ തന്നെയാണ് സംസാരിച്ചത്.
അപ്പോൾ ഗൈസ് നമ്മുടെ മിഷൻ ഇവിടെ ഏകദേശം തീരാറായി. അപ്പോൾ ഗൈസ് നമ്മുടെ റൈഡറിനൊക്കെ പോയി. അപ്പോൾ നമുക്കിനി ഒരു പണിയും കൂടെ ഉണ്ട് ഗൈസ്. നമ്മുടെ സ്മോക്കിൽ നമ്മൾ വീട്ടിലെത്തിക്കണം. ഇത്ര നേരം റൈഡർ സംസാരിച്ചില്ല, ഞാൻ സംസാരിക്കുക ഗൈസ്. അപ്പോൾ പറയണത് അടുത്തവണ നിനക്ക് ഗൺ ടെസ്റ്റ് ഉണ്ട്. കാരണം എനിക്കധികം ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് അറിയില്ല. കാരണം ഒരാളുടെ വീട്ടിൽ ചെന്നാൽ അവിടെ ഷൂട്ടിങ് പഠിക്കാനായിട്ട് സ്മോക്ക് കൊണ്ടുപോകുന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ഗൺ ഫൈറ്റ് ഒക്കെ വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഗൈസ്. ഇതൊക്കെ ഒരു സാമ്പിളായിരുന്നു. ഇനിയാണ് ഗൺ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നണേ. അവിടെ സ്മോക്കണ്ടൊക്കെ സ്മോക്കണ ഹാപ്പിയല്ലേ? ഓക്കെ ബ്രോ. ഓക്കെ അങ്ങനെ നമ്മുടെ 5ാമത്തെ മിഷൻ നമ്മൾ പാസ്സായി. അപ്പോൾ നമ്മൾ 4ാമത്തെ മിഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. 5ാമത്തെ മിഷനായി അതും നമ്മൾ പാസ്സായി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ 6ാമത്തെ മിഷന് എന്തായിരിക്കും ആഗ്രഹങ്ങൾ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ബൈ.